മാർച്ച് 7 എന്ന് പറഞ്ഞാൽ ഇനി ഒരു മാസമില്ല. ഏപ്രിൽ 22 അതും ഒരു മാസത്തിനകത്ത് അതീവ ഗംഭീരമായ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ കമ്മിറ്റി ഇന്ന് കൂടി 9 അംഗ കമ്മിറ്റിയെ നിശ്ചയിക്കാനുള്ള യോഗമാണ്. 9 അംഗങ്ങളുടെ ഒരു പാനൽ നിശ്ചയിക്കും. ആ പാനൽ കൊടുക്കുന്ന ഡയറക്ഷനെ 5 അംഗങ്ങൾ കൂടി അങ്ങ് അംഗീകരിക്കും. ഇതാണ് എൻ്റെ ഒരു രീതി. അതിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് പറഞ്ഞു. റിവ്യൂ പെറ്റീഷൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ യുവതികളെ കയറ്റണമെന്നുള്ള വിധിക്കെതിരെയാണ് റിവ്യൂ പെറ്റീഷൻ. അപ്പോൾ കയറ്റണ്ട എന്നുള്ള ആളുകളുടെ റിവ്യൂ പെറ്റീഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഭക്തരോടൊപ്പമാണ് ഞങ്ങൾ എന്ന് കേന്ദ്ര ഗവൺമെൻറ് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ റിവ്യൂ പെറ്റീഷൻ അനുവദിക്കാം, പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം ഇതുവരെ കയറ്റണമെന്നുള്ളതാണ്. സോഫാർ എന്നൊരു വാക്ക് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇനിയുള്ളത് ഞങ്ങൾക്ക് മാറാം. എന്തായാലും മാർച്ച് 7-ന് മുമ്പ് 14-ന് മുമ്പ് കേരള സർക്കാരും ഈ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന 67 റിവ്യൂ പെറ്റീഷനാണ്, 1-2 67 റിവ്യൂ പെറ്റീഷൻകാരും എന്ത് കൊടുക്കണം? അവരുടെ അഭിപ്രായം എഴുതി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സർക്കാർ വെട്ടിൽ വീണിരിക്കുകയാണ്. കയറ്റണമെന്ന് ഉള്ള നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിന്നാൽ ഭക്ത സമൂഹം എതിരാവുകയും അങ്ങനെ വോട്ട് പോവുകയും ചെയ്യും. ഇലക്ഷൻ വരികയാണ്. കയറ്റണ്ട എന്നാണ് എഴുതി കൊടുക്കുന്നത്. വീണ്ടും ശരി, ഈ ഭക്തരെ കൂടെയാണ് ഞങ്ങൾ, കയറ്റണ്ട എന്നാണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ ഇടതുപക്ഷം നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. അത് പൊതുസമൂഹത്തെയും ഇടതുപക്ഷ സമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിൽ വലിയ അബദ്ധം പറ്റും ഇടതുപക്ഷത്തിന്. അങ്ങനെയാകുമ്പോൾ അവരുടെ വോട്ട് നഷ്ടപ്പെടും. എങ്ങനെയായാലും ചെകുത്താനും കടലിനും ഇടയിലാണിപ്പോൾ ഇടതുപക്ഷവും CPM ചെന്നപ്പെട്ടിരിക്കുന്നത്. അനുകൂലമായി കൊടുത്താൽ, സ്ത്രീകൾ കയറുന്നതിന് അനുകൂലമായി കൊടുത്താൽ ഒരു വിഭാഗം എതിരാവും, ഭക്തരെതിരാവും. എതിരായി കൊടുത്താൽ വേറൊരു വിഭാഗം എതിരാവും. രണ്ടായാലും എതിർപ്പ് തന്നെയാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. വലിയൊരു വിഭാഗത്തിൻ്റെ എതിർപ്പ് നേരിടാൻ പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയി. ഇപ്പോഴിത് തുറക്കുമെന്ന് ഒരിക്കലും CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷവും വിചാരിച്ചില്ല. ഇപ്പോൾ ഈ വളരെ അടുത്ത ദിവസങ്ങളിൽ ഇത് തുറക്കുമെന്ന്, കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഇന്ന് എടുക്കാമെന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു തമാശ, നേരത്തെ 5 അംഗ ബെഞ്ച് വിധിച്ചപ്പോൾ ആ 5 അംഗ ബെഞ്ചിലുണ്ടായിരുന്ന ഏക ജീവിച്ചിരിക്കുന്ന മീൻസ് സർവീസിൽ ജീവിച്ചിരിക്കുന്ന, ബാക്കിയുള്ള റിട്ടയറായി ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി സൂര്യകാന്താണ്, ജസ്റ്റിസ് സൂര്യകാന്താണ്. അദ്ദേഹമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ്. ഇനി ഒരു തമാശയുള്ളത്, 2 വർഷം അദ്ദേഹത്തിന് കാലയളവുമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ത്രീകളെ കയറ്റണം എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളാണ്. എന്നാൽ ബാക്കി 8 പേരുണ്ട്. ആ 8 പേരും പുതിയവരാണ്. അവർ എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കേരളത്തിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരാനിരിക്കുന്ന നാമജപ ഘോഷ യാത്രകൾ.